ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയ ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 കണ്ണി വരുന്ന ഒരു നമ്പറിൻ്റെ ഒരു 26 സൈസുള്ളൊരു വലയാണ്. പിന്നെ കുറച്ച് ഈയം, പിന്നെ ഒരു 1.5 കിലോ ഈയാണ് ഇതിൽ കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ടൂൾസ്, ആവശ്യമായിട്ടുള്ള നൂല്, ഗഡ്സ് കാര്യങ്ങളൊക്കെയാണ്. 500 കണ്ണി വല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എണ്ണത്തിനാണ് 500 കണ്ണി എന്ന് പറയുന്നത്. ഇതേപോലത്തെ കണ്ണുകൾക്കനുസരിച്ച് ഇങ്ങനെ പോകുന്നതിനാണ് 500 കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ വല തന്നെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വല തന്നെയാണ്. ഇനി നമുക്കിത് ഇപ്പോൾ ഞാൻ 500 കണ്ണിയിൽ ഒരു 1.5 മീറ്ററിലാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വലയാണ്, ചെറിയ വല, കാലില്ലാത്ത ടൈപ്പ് വലയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കണം. ഇതിൻ്റെ എൻഡ് ഭാഗം, ഇതിൻ്റെ ലാസ്റ്റ് കെട്ട് വരുന്ന ഈ ഭാഗം കറക്റ്റാക്കിയാണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആ സൈഡും അതേപോലെ കട്ട് ചെയ്യണം, എന്നിട്ട് വേണം ഇത് ജോയിൻ്റ് ചെയ്യാൻ. പിന്നെ ഒരു ചെറിയ പീസ് ഇതിൽ വന്ന് ഇനിയും കട്ട് ചെയ്യാണ്ട്, അപ്പോൾ അതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 2 പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. 2 പീസും കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചാണ്. ഓക്കെ, 2 പീസുണ്ട്. ഇനി ഇത് ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ഈ വലക്ക് സൈഡിൽ വരുന്ന ഈ നൈലോൻ്റെ ഈ ഇതുണ്ടല്ലോ, ഇത് റിമൂവ് ചെയ്യണം. എന്നാലാണ് ഈ വല കറക്റ്റ് അളവ് വ്യക്തമായി കിട്ടുള്ളൂ. അതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വരുന്നതും ഈ ഭാഗത്ത് വരുന്നതും വലിപ്പ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ നൈലോൺ ഒഴിവാക്കിയാലാണ് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇനി കാണാം. വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടും ഇതിൽ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം കാണണം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് വല തുന്നണ, അതിൻ്റെ സൂചി എന്ന് പറയും. ഓക്കെ, പല സ്ഥലത്തും പല പേരാണ് ഇതിന്. ഞാൻ ഗഡ്സാണ് ഇതിൽ ഞാൻ ചെയ്തിരുന്നത്, ഇത് നൈലോണും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അളവിലുള്ള നൈലോണ് നമുക്ക് ആവശ്യമാണ്, അതിനാണ് ഈ സാധനങ്ങൾ ചുറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ നൈലോണ് വലിയ വലിയ റോൾ തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കട്ട് ചെയ്യാൻ പോകുന്ന ഭാഗം ഇതിൻ്റെ നൈലോൺ, ഈ നമ്മളെ വലൻ്റെ നൈലോൺ, 2 സൈഡിലുള്ള നൈലോണ് കട്ട് ചെയ്യണം. കട്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് അളവും നമ്മളെ കൺട്രോൾ കിട്ടുള്ളൂ വലന്. അപ്പം ഇത് 2 പീസ് ഉള്ള മാത്രമുള്ള വലയാണ്, 2 പീസും പിന്നെ കാലില്ലാത്ത ടൈപ്പ് വല. ഓക്കെ, പിന്നെ ചെറിയ മീൻപിടുത്തത്തിനാണ്, ചെറിയ ചൂണ്ടക്ക് ഇര കോക്കാനും വേണ്ടിയുള്ള ലൈവ് ഫിഷ് കിട്ടാനും വേണ്ടി ഒരു ചെറിയ നെറ്റ് ഉണ്ടാക്കണം മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് വലിയ വലയും, ഇതിനെക്കാട്ടും കൂടുതൽ ക്വാണ്ടിറ്റി ജോയിൻ്റ് വരുമ്പോൾ വലിയ വലയാവും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ തന്നെ പരീക്ഷിച്ച് നോക്കാം. ഞാൻ കട്ട് ചെയ്ത് എടുത്ത സൈഡ് ഭാഗത്തിൻ്റെ ബാലൻസാണിത്. ഇതുപോലെയാണ് ഈ ഭാഗം വരിക. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം ഇതുപോലെ കിട്ടണം. അതായത് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു കെട്ട് വരുന്ന പോലത്തിൽ, അപ്പോഴാണ് ഓരോ കണ്ണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് ഡാമേജ് ആയ ഭാഗമാണ്, ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ട് നല്ലൊരു കത്രിക വേണം. കട്ടിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വലൻ്റെ സൈഡിൽ എല്ലാ ഗഡ്സിൻ്റെ വലക്കും ഉണ്ടാവും ഈ സാധനം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ് വലക്ക് ഒന്നുകൂടി വൃത്തി ഉണ്ടാവുള്ളൂ. ഇനി ചില ആൾക്കാർ ഇത് ചേക്കനെ ചെയ്യലുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വല വൃത്തികേടാവാതെക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു വലൻ്റെ നൈലോണും അത് കഴിഞ്ഞ് ഒരു ഗഡ്സും കൊണ്ട് കട്ട് ചെയ്താൽ മതി. അതായത് ഈ ജോയിൻ്റ് വരുന്ന ഭാഗം നോക്കി കട്ട് ചെയ്യാം. ഇതേമാതിരി പിടിക്കുക, ഇങ്ങനെയുണ്ട്.
അപ്പോൾ ഇതിൻ്റെ വേസ്റ്റേജും ഇതിമേൽ കാണില്ല, വേസ്റ്റേജ് ഉണ്ടാകാൻ പാടില്ല ഇതിമേൽ. അപ്പം ഈ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. ഇവിടെ ഒരു കെട്ട് വരുന്നുണ്ട്, അത് മറ്റിൽ ജോയിൻറ്റ് ചെയ്യുമ്പം ആ കെട്ട് കൊടുത്ത് ചേർന്നോളും. ഇതുപോലെ ബാലൻസ് വരാൻ കാരണം ഇതുപോലെയാണ് ഈ ബാലൻസ് വരിക. ഇങ്ങനെ വരുമ്പോൾ അത് കെട്ടുമ്പോൾ അത് ഒരുപാട് ഇത് വരും, അത് ബോറാണ് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലുള്ള ഈ നൈലോണും ഗഡ്സും ജോയിൻ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഒരുപാട് സമയമെടുത്താണ് കട്ട് ചെയ്തത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം. അപ്പോൾ വല ഒന്ന് കാണാൻ തന്നെ ഒരു വൃത്തിയുണ്ട്. വൃത്തി മാത്രമല്ല, വലൻ്റെ അളവ് കറക്റ്റാവും രണ്ട് സൈഡും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വൃത്തി എന്ന് പറഞ്ഞാൽ ഭംഗി വേണം. അപ്പം ഇനി ആണ് അടുത്ത മെയിൻ പാർട്ട്. ഇത് രണ്ടും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ രണ്ട് സൈഡ് ജോയിൻ ചെയ്യണ പരിപാടിയാണ്. ഇത് ഗഡ്സ് വെച്ച് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യണേ. സെയിം അളവിലുള്ള ഗഡ്സ് ഞാൻ എടുത്തുകണേ. സെയിം അളവിലുള്ള ഗഡ്സിനാണ് ഇത്. ഇനിയാണ് ഇതിൻ്റെ ഉപകാരം. ഇതിൻ്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ജോയിൻ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇട്ട് തുന്നാൻ പറ്റില്ല, ഇതിനൊരു ലോക്കിങ് ചെയ്തിട്ടേ പറ്റുള്ളൂ. ഇതുപോലത്തെ വലിയ നൂലുകൊണ്ടാണ് എടുത്തത്. എന്നിട്ട് ഇതിന്മേൽ നമുക്ക് ആവശ്യത്തിനുള്ളത് അങ്ങനെ ചുറ്റിയാണ്ട് എടുത്താൽ മതി. അത് ഗഡ്സ് ആയാലും ശരി, അതുപോലെ ചുറ്റിയതാണ്. ഇതുപോലെ ഗഡ്സിൻ്റെ ചുറ്റിയതാണ് ഞാനിങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, എന്നാലേ പെട്ടെന്ന് പണി തീരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയാണ് ലോക്കിങ്ങിലേക്ക് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതിന്മേലാണ്. ഇതിന്മേൽ ഈ ഒരു കയറ് കൊടുത്തിട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് ഒരു വ്യക്തമായിട്ടൊരു ഇത് കിട്ടുള്ളൂ. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഭാഗം. ഇവിടുന്ന് അങ്ങോട്ട് ജോയിൻ്റ് ചെയ്ത് താഴെ വരെ ജോയിൻ്റ് ചെയ്തെടുക്കാം. നമ്പറാണ് ഇതിൻ്റെ അളവ് പറയല്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്ട്രാ വരുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് കോത്തെടുക്കുകയാണ് നല്ലത്. ഒരു ഹാഫ് നോട്ടായി നമ്മൾ ഇനി മറ്റീമക്കാണ് ഇനി ജോയിൻ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ബേസാണ് ഇപ്പോൾ നമ്മൾ അവിടെ കെട്ടിയിട്ടത്. ഓക്കെ, നമ്മൾ ഇതേപോലെ തന്നെ ഇതിന് നമ്മളൊരു കെട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നമ്മൾ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാലൻസൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത്രയും കൂടിയേ ബാക്കിയുള്ളൂ. അങ്ങനെ അവസാന ഘട്ടത്തിലെത്തിയാണ് നമ്മൾ. ഇപ്പം ഇതും ഒരു കണ്ണായി മാറി. ഇപ്പം ജോയിൻറ്റ് പെർഫെക്റ്റായി. ഇനി നമുക്ക് ഇതിനൊരു ബേസായിട്ട് ഒരു ചെറിയൊരു ഘട്ടം കൂടി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 500ആണ്. ഇനിയിപ്പോൾ ഇതിന്മേൽ 250 കയറാണ്. അപ്പോൾ 250 കയറുമ്പം ഇതിപ്പോൾ 500 കണ്ണ് വരുമ്പോൾ ഇതിമൊക്കെ രണ്ടെണ്ണത്തിന് ഇതിപ്പോൾ 2 കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് അങ്ങനെ 250 ആകുമ്പോൾ ഇത് പകുതിയായി മാറും. 500ൻ്റെ പകുതി 250. ഈ 2 കണ്ണ് ഒരുമിച്ചാണ് കൊടുക്കും. അപ്പം മേൽഭാഗത്ത് 500ഉം അതിൻ്റെ അടുത്ത താഴെ ഭാഗത്തേക്ക് 250 വരും. ഇനി നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഒരു അര നമ്പറിൻ്റെ ഒരു
നൈലോണാണ് എടുത്തുക്കുന്നത്. നൈലോണിലാണ് ഇനി ജോയിൻറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഭാഗം 250 കണ്ണിയുടെ ഒരു ഇതാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാനിത് സൈഡിൽ ഈ ഭാഗത്തുള്ള ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. അപ്പോൾ ടോട്ടൽ ഇത് 500 കണ്ണിൻ്റെ വില ആയതുകൊണ്ട് നമുക്ക് 250ൻ്റെ അത്ര മതി. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. മറ്റേ ഭാഗത്ത് ഇപ്പോഴും നൈലോൺ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ആ ഭാഗത്ത് എത്തുമ്പോഴത്തേന് ഇത് കട്ട് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ നിർബന്ധമായിട്ടും നൈലോൺ ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇനിയാണ് ഈ നൈലോൺ കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാറുള്ളത്. ഇത് അരമ്പറിൻ്റെ നൈലോണാണ്. ഇത് നമ്മൾ ബേസ്മെൻ്റ് ഇടേണ്ടത്. ഓക്കെ, ഇത്ര പണിയുള്ളൂ. ഇപ്പോൾ നമ്മൾ 2 വെച്ചുകൊണ്ടാണ് ആദ്യത്തെ കൊടുത്തത്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ഇതിന് തന്നെ കൊടുക്കാം. ഇവിടെ നമ്മൾ 1 കൊടുക്കുന്നത്. അതായത് അവിടെ 2 വരുമ്പോൾ ഇവിടെ 1. അങ്ങനെ ആകുമ്പോഴാണ് അവിടെ 250-ന് ഇവിടെ 250 ആകുമ്പോൾ അവിടെ മേലെ 500 മാറുള്ളൂ. ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ജോയിൻ്റ് വരിക. അങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ഒരു കണ്ണായി എക്സ്ട്രാ ആയിട്ട് തോന്നും. അപ്പോഴാണ് അതിനുള്ള വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തതിന് നമ്മൾ 2 കണ്ണ് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്യാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ കോർത്തെടുക്കാം. ഇപ്പോൾ ഇതൊരു കണ്ണായി മാറി. ഇതേമാതിരി ചുറ്റോട് ചുറ്റും ചെയ്യുമ്പോൾ പക്ക ക്ലിയർ ആവും. ഒരിക്കലും അർജൻറ്റാക്കി ചെയ്യേണ്ട. തുടക്കക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പതിയെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇത്ര ഭാഗം നമ്മൾ ചുറ്റി കഴിഞ്ഞു, കെട്ടി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്താൽ മതി. റൗണ്ടിൽ കുറച്ച് ടൈം എടുക്കും, എന്നാലും സാവകാശത്ത് ചെയ്യുകയാണ് നല്ലത്. ഇവിടെ ഇപ്പം 2 ഇതായിട്ട് വരുന്നുണ്ട്, ഇവിടെ സിംഗിൾ. അപ്പോൾ ഇതാണ് ബേസിക് മെത്തേഡ്. ഈ മെഷീൻ വലൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ജോയിൻ്റ് ആവാത്ത സ്ഥലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ടറിഞ്ഞ് ചെയ്യണം. അതെല്ലാം ഞാൻ പിന്നെ വല നമ്മൾ എല്ലാ ഭാഗവും ക്ലിയർ ആണെങ്കിലും മീൻ കിട്ടാതെ പോവും. അത് ഇതിലൂടെ മീനും പോകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല വലിയ മീനിനൊക്കെ ഇതിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നല്ല ടൈറ്റാക്കി തന്നെ അളവ് നോക്കി ഒന്ന് കെട്ടി കൊടുത്താൽ മതി. പുതിയ വലമലൊക്കെ ഇങ്ങനെ കാണാം. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. ഇപ്പോൾ നമ്മൾ കെട്ടിയ ഭാഗം ഇതാണ് കെട്ടിയ ഭാഗം. ഓക്കെ, ഇപ്പോൾ അവിടെ ഫില്ലായി. അതേപോലെ ഒരുപാട് സ്ഥലത്ത് ഇതേമാതിരി കാണാം. അത് നമ്മളിങ്ങനെ വിരിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഏകദേശം ഫുള്ളായിട്ട് ചുറ്റി കഴിയാനാണ്. ഓക്കെ, ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിയും. ഇപ്പം ഇവിടെ 250 കണ്ണിയായി, ഇവിടെ 500 കണ്ണ്. മേലുള്ള 500ഉം ഇപ്പോൾ ഈ റൗണ്ട് 250. ഇനി ഇത്രയുള്ള 250 നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അതാണ് ഈ വലിയ വലൻ്റെ പ്രത്യേകത. 500 കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോയിൻ്റ് അവിടെ കുറഞ്ഞ് കിട്ടും. ഞാൻ ഏറ്റവും ഉപയോഗിക്കൽ കൂടുതൽ കണ്ണ് ഉള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഒരുപാട് ജോയിൻറ്റിൻ്റെ പണി അവിടെ കുറഞ്ഞ് കിട്ടും. അതാണ് ഏറ്റവും ലാഭം. പിച്ചുള്ള 250 നമുക്ക് കട്ടാക്കി ഒഴിവാക്കാം. നമ്മൾ ഈ ഭാഗം ഇപ്പം ഈ ജോയിൻ്റ് ഇല്ലാത്ത ഈ ആദ്യത്തെ ഭാഗത്ത് നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇതനുസരിച്ചാണ് ഇനി താഴത്തേക്ക് കട്ട് ചെയ്ത് പോകാനുള്ളത്. ഈ ഭാഗം നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അളവ് തെറ്റിപ്പോവും. അപ്പം കറക്റ്റ് നോക്കിയിട്ട് ഓരോന്നും പിടിച്ച് കട്ട് ചെയ്യാൻ നല്ലത്. ഇച്ചിരി സമയം എടുക്കുന്നാലും നമ്മൾ ഇതുവരെ എടുത്ത പണി നാശമാകരുതല്ലോ. അങ്ങനെ
നമ്മൾ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തു. രണ്ട് പീസായി. അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കാണിച്ച മാതിരി തന്നെ ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഏതായാലും എനിക്കിപ്പോൾ 2 പീസിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇത് ഇനി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ മണി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അങ്ങനെ നമ്മളെ വല ഏകദേശം വലൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിന്മേൽ ഈയം കയറ്റാണ്ട്. ഓക്കെ, ഇവിടെ 500 കണ്ണിയും ഇവിടെ 250 കണ്ണിയും. ഇത്രേ ഉള്ളൂ. ഈ ഒറ്റ ജോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുള്ളൂ വലമേൽ. ഓക്കെ, ഈ ഒരു ജോയിൻ്റ് മാത്രമേ ഉള്ളൂ. 2 കഷ്ണം വല മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. ഇനി വലയുടെ അടുത്ത ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ ഭാഗം ഇതിപ്പോൾ 250 കണ്ണ് വരുന്ന ഭാഗമാണ്. ഇവിടേക്ക് ഇനി സിവൽ വരും. സിവലിൻ്റെ ബാക്കിലാണ് നമ്മളെ തണ്ട, അതേമാതിരി കൈമലിടുന്ന കയറാണിത്, അതിന് വരും. പിന്നെ 500 കണ്ണ് വരുന്ന സ്ഥലത്താണ് ഇതും ഇതിലേക്ക് 1 കിലോ മണിയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ. 500 കണ്ണിന് 1 കിലോ മതി, ചെറിയ വലല്ലേ. പിന്നെ ഇത് മണി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോത്ത് എടുക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇനി മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി സിവൽ ഞാൻ അറ്റാച്ച് ചെയ്യാണ്. സിവൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ 1 നമ്പറിൻ്റെ നൂലും സിവലും ഒരു ചെറിയ സൂചിയാണ് എടുത്തത്. അപ്പോൾ സൂചി വഴി കോത്തിട്ട് ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് നീളമുള്ള നൂലായിട്ട് എടുത്തത്. ഒരുപാട് നീളമുള്ള നൂലാണ്, എന്നാലാണ് ചുറ്റിയിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പം ആദ്യം മേലെ നിന്ന് എടുക്കാം. ഫസ്റ്റ് ഒരു കെട്ടിട്ടാൻ വേണ്ടി. ഓക്കെ, കെട്ട് സെറ്റ് ചെയ്യണേ. നമ്മൾ സിവൽ എടുത്തു. അതിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ ലാസ്റ്റ് ഭാഗത്ത് ഏറ്റവും എൻഡിൽ ഒരു കെട്ടും കൂടി കൊടുക്കണം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മറ്റൊരു പ്രൊട്ടക്ഷനും വേണ്ടി ഒരു കെട്ട് കൊടുത്തുന്നുള്ളൂ ആദ്യത്തേത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചുറ്റി ഏകദേശം പകുതിയായിന്. ഇനി ഇത്രയും കൂടെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ 3 വെച്ചാണ് ചുറ്റുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്. ഇവിടെ പിന്നെ 3 2 ഒന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് എത്രയും പെട്ടെന്ന് ചുറ്റി തീർക്കാമെന്ന് മാത്രമേ ഇപ്പോൾ ലക്ഷ്യമുള്ളൂ. അപ്പം ഇതേമാതിരി 3 എടുക്കുന്നു, ഇവിടെ ഒരു കെട്ട് കൊടുക്കുന്നു. ചെറിയ കെട്ട് കൊടുത്താൽ മതി. അവിടെ നേരെ ഇതിലൂടെ വീണ്ടും എടുക്കുക. വീണ്ടും അടുത്ത 3 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താണ്ട് തീർക്കുക. ഏകദേശം ആ 250 കണ്ണ് മൊത്തത്തിൽ ഇതേമാതിരി ചുറ്റി തീർത്താൽ മതി. അങ്ങനെ നമ്മൾ സിവൽ ഒന്നായിട്ട് കെട്ടിക്കഴിഞ്ഞിന്. സിവലിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് വല ഏകദേശം റൗണ്ട് അടിച്ച് കെട്ടി. മൊത്തത്തിൽ ഇപ്പം വല ലോക്കായി. ഇനി നമുക്ക് ഇവിടെ സിവലിൻ്റെ മറ്റേ ഭാഗത്ത് നമുക്ക് കൈമേലിടുന്ന ഈ ഭാഗത്ത് വരുന്ന ഒരു കയറിടാണ്ട്. അത് നമുക്ക് ചെയ്യാം. അതിന് നൈലോണിൻ്റെ കയറാണ് ഞാൻ എടുത്തത്. ചെറിയൊരു കയർ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യണം. അതിനാണ് അടുത്ത ഇനി പണി. ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള പണി, പിന്നെ അടിഭാഗത്തുള്ള മണിയുടെ പണിയാണ് ചെയ്യാനുള്ളത്. ഇനി ഇത് അറ്റാച്ച് ചെയ്യൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് അറ്റാച്ച് ചെയ്യണതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് നൂലും സൂചി എടുത്താണ്ട്
ഒന്നൊന്ന് തുന്നി വെച്ചിട്ട് ബാക്കി നമുക്ക് ചുറ്റിയിട്ട് എടുക്കാനുള്ളതാണ്. ഇതൊരു സേഫ്റ്റി പർപ്പസിന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊരു ജസ്റ്റ് ഒന്ന് നമുക്ക് ചുറ്റുന്ന സമയത്തൊന്ന് നല്ല സീറ്റിംഗ് ആയിട്ട് നിന്നോളൂ. അത് വിചാരിച്ചാണ്ട് കെട്ടി കൊടുക്കുകയാണ്. അല്ലാതെ വേറെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതുണ്ടെങ്കിൽ ഒന്നും കൂടി പവർ കൂടും, അത്രേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ഇത് ഒന്ന് ചുറ്റി എടുക്കാൻ പോകുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള ചുറ്റാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ കെട്ട് വരുന്നത്. ഇതൊരു ഇൻസൈഡ് കെട്ടാണ്. ഓക്കെ, ഇൻസൈഡ് കെട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് പുറത്ത് കാണൂല കെട്ട് എവിടെ വരുന്നതെന്ന്. എന്നാൽ നല്ല പവർഫുള്ളാവും. വലിക്കും തോറും ടൈറ്റായി കൊണ്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഈ കെട്ടിന് നമ്മൾ 2-ാം നമ്പറിൻ്റെ ഗഡ്സ് നൈലോനാണ് എടുത്തത്. നമ്മളെടുത്തുള്ളത് ഏറ്റവും കട്ടിയുള്ളത് 2-ാം നമ്പറാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി നമ്മൾ ചുറ്റി തുടങ്ങാൻ പോണത്. നല്ല ടൈറ്റ് തന്നെ, ഏറ്റവും ടൈറ്റ് തന്നെ അത് ചുറ്റണം. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഇതുമാതിരി ചുറ്റി അവസാനം വരെ ഇവിടെ വരെ നമുക്ക് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇത് കെട്ടിക്കഴിഞ്ഞു. ഇത് ഈ 2 ബാണ്ട് വലിക്കുന്നതിനനുസരിച്ച് ടൈറ്റായി അങ്ങനെ പോകും. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിലൊരു പശയും കൂടി വേണമെങ്കിൽ കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് വലൻ്റെ നമ്മൾ കൈമേൽ ഉപയോഗിക്കുന്ന കയറ്, വല വലിച്ചെടുക്കാനുള്ള കയറ്. ഇനി ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് ഇതുപോലെ ഇപ്പം കെട്ടിയതുപോലെ വേറൊരു രീതിയിൽ കെട്ടാണ്ട് അത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അവസാനം എടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത്ര ഗ്യാപ്പ് ഇട്ടാണ്ട് ഒന്ന് കോത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇവിടെ നമ്മൾ നേരത്തെ മാതിരി സൂചി നൂലും വെച്ച് കോർത്തെടുക്കുന്നുണ്ട്. ഇനി കയറ് എങ്ങനെ കൈമേൽ നമ്മൾ കെട്ടുന്നുള്ളതെന്നാണ് കാണിക്കാൻ പോണത്. ഇതും വലൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ട് തിരിച്ചെടുക്കണം. ഇതാണ് സംഭവം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊസിഷനിലേക്ക് ഇതിങ്ങനെ തിരിച്ച് മാറ്റിയെടുത്താൽ മതി. ഇതാണ് മെയിൻ വലമേൽ കെട്ടേണ്ടത്. നമുക്കിങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം. അപ്പം ഇത് ആദ്യം ഇട്ടിട്ടാണ് വല വീശാൻ പാടുള്ളൂ. എന്നാൽ നമുക്ക് വല പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാം. മറ്റേത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലയും പോവും, കയറും പോവും, പിന്നെ ഒന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ ഇനി മണി കയറ്റണ ഭാഗമാണ് അടുത്തത്. ഇനി നമ്മൾ വലയിൽ ഈയം കയറ്റാൻ പോവാണ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഈയം. 1 കിലോയിൽ ഏകദേശം 100 പീസ് വരുന്നുണ്ട്.
ചെറിയ ഈയം തന്നെയാണ്, സൈസ് ചെറിയ സൈസാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോക്കാൻ പറ്റിയ ഒരു നൈലോൻ്റെ ഒരു കയറാണ്. വലൻ്റെ ഈ ഭാഗത്താണ് ഈ ഈയം കോത്ത് വരേണ്ടത്. അപ്പോൾ വല ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞു, ഇനി ഈ ഒരു പണിയും കൂടി ചെയ്യാനുള്ളൂ. ഇതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 നമ്പറിൻ്റെ നൂലാണ്. അപ്പം കുറച്ച് നൂല് ചുറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ. നമ്മൾ ഈ സാധനം ഈ ഫുള്ള് മണിയും ഇതിലൂടെ കോത്തെടുക്കാൻ പോവാണ്. ഇത് ഫുള്ളായിട്ട് കോത്തെടുത്താൽ പിന്നെ നമുക്ക് എളുപ്പം പണി കഴിയും. ഇതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കണം, എന്നിട്ട് പിന്നെ വലമേൽ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലാഞ്ഞാൽ പണി മൊത്തത്തിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇതുപോലെ മൊത്തത്തിൽ കോർത്തെടുക്കാം. അങ്ങനെ ഇത് മുഴുവനും നമ്മൾ കോർത്ത് തീർത്തു. ഇപ്പോൾ 100 പീസ് ഇവിടെ മൊത്തത്തിൽ 1 കിലോ മൊത്തത്തിൽ നമ്മൾ ഇത് കോർത്ത് കഴിഞ്ഞാണ്. ഏകദേശം ഫുള്ള് കോർത്ത് തീർത്തു. ഇനി നമുക്ക് വലമേൽ കൂട്ടിച്ചേർക്കാം. വലൻ്റെ അടിയിലേക്ക് ഇനി ഈയം ചേർക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ തന്നെ കോത്ത് വെച്ച ആ ഈയവും ആ നൈലോണും കൂടി ഒന്ന് എടുത്തിട്ട് ഇനി ഇതിൽ അതിനിപ്പോൾ നമ്മൾ 1 നമ്പറിൻ്റെ നൈലോനാണ് ഇത് തുന്നാൻ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓരോന്നിനും ഓരോന്നായിട്ട് തന്നെയാണ് തുന്നുന്നത്. ഇതുപോലെ ഓരോ സ്ഥലത്തും തുന്നി പോവാണ്. നമ്മൾ നേരത്തെ ചുറ്റിയെടുത്ത നൈലോണ് എടുത്തു. ഇതിങ്ങനെ കോക്കുന്നു, അടുത്തത് ഇവിടെ കെട്ടുന്നു. ഇത്ര പണിയുള്ളൂ. ജസ്റ്റ് ഒന്ന് അളവ് മാത്രം ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഈ ഒരു സ്പേസാണ് ഇതിന് വരുന്നുള്ളൂ, ഗഡ്സും ഇതും തമ്മിൽ. അപ്പോൾ നല്ലൊരു ലോക്ക് ഇട്ട് തന്നെ നമ്മൾ കെട്ടണം. ഇത് ചെറിയ വല ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നത്. അതല്ലാഞ്ഞാൽ ഞാൻ ഇവിടെ സാധാ നൈലോൻ്റെ വല ഒരു 3 കണ്ണ് ചേർക്കലുണ്ട്. അപ്പോൾ ഈ വലക്ക് അതിന് ആവശ്യമില്ല, അതുകൊണ്ടാണ്. പൊതുവെ വലിയ വലക്കൊക്കെ അത് നിർബന്ധമാണ്, എന്നാലാണ് അതിന് നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. മണി ആദ്യം നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കണം, നല്ലതാണ്. ഈ ബാലൻസ് ഉള്ള ഈ ഭാഗം ഉണ്ടല്ലോ നൈലോൻ്റെ, നീങ്ങിപ്പോവില്ല. ഓക്കെ, ആ ഭാഗം അവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ ചെറുതായിട്ടൊരു 2 ചുറ്റുണ്ട്. ഓക്കെ, ഇനി നീങ്ങിപ്പോവില്ല. അപ്പോൾ ഈ ഭാഗം ഇവിടെ സെറ്റായിന്. നമുക്ക് ഇതിലൂടെ കോർത്തിട്ട് അപ്പുറത്തേക്ക് എടുക്കാം. ഈ ബാലൻസ് ഉള്ള ഭാഗം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ കെട്ടിയാൽ മതി. ഇപ്പം ഈ ഒരു പോയിൻ്റ് ഇവിടെ തന്നെ നിന്നു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നടുവിലൊരു കെട്ട് അവിടെ ഒരു എക്സ്ട്രാ വന്ന് അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഞാൻ അടുത്തതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളടുത്ത് 500 കണ്ണിയുള്ള വല ആയതുകൊണ്ട് നമ്മൾ 100 കണ്ണ് അല്ല 100 മണിയാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 500/100 ആകുമ്പം 5 മണിയാണ്, 5 കണ്ണിക്ക് 1 മണിയാണ് നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഈ മണി പറഞ്ഞാൽ ഈ സാധനത്തിനാട്ടോ ഈയം. അപ്പോൾ ഇനി അഞ്ചെണ്ണം വരുമ്പോൾ അടുത്ത ഒന്ന് ഇത് ചേർക്കും. അതാണ് അതിൻ്റെ അളവ്. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് നമുക്ക് റൗണ്ട് ഫില്ലാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ചുറ്റും നമുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ 5 വെച്ച് കണ്ടാണ് തുന്നി പോകുന്നത്. 1 2 ഇതിൻ്റെ അടിയിൽ 5 പീസ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ 1 2 അങ്ങനെ പുതിയ ഇപ്പോൾ 5 പീസായി. 1 2 3 4 5. ഇനി ഇവിടെ ചെറുതായിട്ട് കട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കൂത്തെടുത്താൽ മതി. ഇതിൻ്റെ നടുവിൽ ഈയത്തിൻ്റെ മേലെ വരുന്നതിന് കെട്ടേണ്ട ആവശ്യമില്ല. അത് കെട്ടാൻ പാടില്ല. കെട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈയം ചേർത്തു, പുതിയ ഈയം. ഓക്കെ, ഈയത്തിനൊരു ലോക്ക് ഇട്ടു. ഒന്നും കൂടിയും കൊടുക്കാം. അപ്പോൾ ഈയം പെർഫെക്റ്റായി. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഒറ്റ ഈയത്തിൻ്റെ മേലുള്ള ഒറ്റക്കെട്ട് അവിടെ ഉഷാറായിട്ട് നിന്നാണ്. നമുക്ക് പുതിയത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നും 5 കൂടുമ്പോൾ ഇതുപോലെ പുതുതായിട്ട് കെട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എല്ലാത്തിനും മേലെ ഒരു കെട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ചുറ്റി തീരാനായിട്ടുണ്ട്. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ 2 തലയും കൂടി ഇനി ജോയിൻ ചെയ്യണം. ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ 500 കണ്ണ് ഏകദേശം തീർന്നു. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഏകദേശം ഇത് ഫുള്ള് ചുറ്റി തീർന്നു. മൊത്തത്തിൽ ചുറ്റി തീർന്നു. ഇനി ഇതാണ് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ജോയിൻ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് അളന്ന് കറക്റ്റാക്കിയിട്ട് ജോയിൻ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം. ഈ 2 ഭാഗവും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ജോയിൻ ചെയ്യുക. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സൂചി നൂലെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ഏകദേശം റെഡി ആയിക്കണേ. ഇനി ഇത് തുന്നാടുത്തിട്ടുള്ള 2 നമ്പറിൻ്റെ നൂലാണ്. അപ്പോൾ കുറച്ചെടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. ഇതിൻ്റെ തലഭാഗത്ത് വേണമെങ്കിൽ ഒരു കെട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഒരു കെട്ടും കൂടി കൊടുക്കാം. ഇത് ജസ്റ്റ് ഊരി പോരാതെ ഇങ്ങോട്ട് നിൽക്കാനും വേണ്ടി. അപ്പോൾ രണ്ടും മിച്ചമുള്ള 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്യാണ്. അവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു നീല ഈ മണിയുടെ ഉള്ളിലൂടെ എടുത്തിട്ടുള്ള ഈ കയറും നമുക്ക് കട്ട് ചെയ്യണം. ഇതും കട്ട് ചെയ്തു. നമുക്കൊന്ന് ഉരുക്കി കൊടുക്കണം ചെറുതായിട്ട്.
അതുപോലെ തന്നെ ഇവിടെ. ഇവിടെ നമ്മൾ ഇൻസൈഡ് കെട്ടിട്ടാൻ പോവാണ്. ഇൻസൈഡ് കെട്ടിട്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് എക്സ്ട്രാ കൊടുത്തിന്, എന്നാലാണ് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ടും ഒരു മടക്ക് കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അങ്ങനെ നമ്മൾ ഇൻസൈഡ് കെട്ടിട്ട് ഇപ്പോൾ അത് ഓക്കെ ആണ്. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് ഇൻസൈഡ് കെട്ട്. സംഗതി പെർഫെക്റ്റ് ആണ്. ഇനി രണ്ട് ഭാഗം എക്സ്ട്രാ വരണമെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, ഇത് കെട്ട് പെർഫെക്റ്റ് ആണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. തുടക്ക ഭാഗത്തുകൊണ്ട് ഇതിനെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കണം. ഭാഗം ഫുള്ള് ക്ലിയറായി. അപ്പോൾ നമ്മളുടെ വലൻ്റെ അടിഭാഗം മൊത്തത്തിൽ ഒരേപോലെയാണ്. ഇനിയും ഇതിമേ പണിയുണ്ട്. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ഈ വല മറ്റൊരു രീതിയിലേക്ക് മാറ്റാണ്. അതായത് വലക്ക് നമ്മൾ മടക്ക് വരുന്ന പോലത്തിൽ ഈ വല ഇനി ഇങ്ങനെ ഒരു കോലം വരുന്നുണ്ട്. ഇതിൻ്റെ പക്കൊന്ന് മടക്കി വെക്കണം. ഇതിന് അകാലമില്ലാത്ത കയറായതുകൊണ്ട് ഇതിൽ മീൻ നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു മാർഗം കൂടി ചെയ്യണം. ആ ടൈപ്പ് വലയാണ് ഇത്. 1 കിലോ മണി 500 കണ്ണ് വല, ഏകദേശം 5 അടി വല ഹൈറ്റ് ഉണ്ടാവും. വല ഇപ്പോൾ ഏകദേശം പണി ഫുള്ളായിട്ടുണ്ട്. മണി, അതുപോലെ തന്നെ തണ്ടക്കയറ്, സിവില്, വല എല്ലാ ഭാഗവും ഓക്കെയാണ്. ഇപ്പോൾ ഇനി വല ഒന്ന്, ഇത് അകാലമില്ലാത്ത വല ആയതുകൊണ്ട് ഈ വലമേൽ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. വല ഇതുപോലെ എടുത്തിട്ട് മറിച്ചിടാൻ നിൽക്കണം. ഇങ്ങനെയാണ് മറിച്ചിടേണ്ടത്. ആദ്യം വല ഒന്ന് പരത്തി വെച്ചിട്ട് പിന്നെ ഉൾഭാഗം തിരിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. എന്നാലേ നമുക്ക് മറ്റുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പം നേരത്തെ കണ്ട പുറത്ത് കണ്ട ഭാഗങ്ങളൊക്കെ ഇപ്പോൾ വലൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉൾട്ടടിക്കൽ. പുറത്ത് അടിഭാഗത്ത് സെയിം തന്നെ ആവും, പക്ഷേ ഈ മേൽഭാഗത്താണ് ഇതിൻ്റെ ഇത് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ നല്ല സുഖമായിട്ട് ഇത് മടക്കിക്കാണ്ട് തുന്നാൻ പറ്റണം. ഇതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ഇനി നമുക്ക് കെട്ടിയെടുക്കാനുള്ളത് ഇതാണ്. ഇതിൻ്റെ കുട്ടം എന്ന് പറയാം. കുട്ടം എന്ന് പറഞ്ഞാൽ ഇത് അകാലമില്ലാത്ത വല ആയതുകൊണ്ട് ഇതിലാണ് മീൻ സ്റ്റോക്ക് ചെയ്ത് നിൽക്കൽ. അപ്പോൾ മീൻ പൊയിഞ്ഞ് പോകുമ്പോൾ ഇതിൽ തടഞ്ഞ് നിൽക്കും. അതിനും വേണ്ടിയാണ് ഈ സാധനം ഉണ്ടാക്കണേ. ഇതിപ്പോൾ ഞാൻ 20 കണ്ണ് സ്പേസ് ഇട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വലക്കനുസരിച്ച് 20 കണ്ണ്. ഓക്കെ, ഇനി 7 മണിൻ്റെ ഗ്യാപ്പിലാണ് അടുത്ത കണ്ണ് ഇതേമാതിരി വരിക. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7. അപ്പോൾ ഇവിടെ ഒന്ന് കൊടുക്കാം. ഇത് കെട്ടുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതിപ്പോൾ നമ്മൾ കെട്ടിയത് 2-ാം നമ്പർ നൂലുകൊണ്ടാണ്. 2-ാം നമ്പർ നൂലുകൊണ്ട് കെട്ടാം, 5-ാം നമ്പർ നൂലുകൊണ്ട് കെട്ടാം. എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ 2-ാം നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ കെട്ടണത്. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ ആദ്യത്തെ ഈ മണി കോത്ത ഈ ഒരു നൈലോൺ ഇത്
നെറ്റ് ഇതിന് ബട്ടാണിക്കയറെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആദ്യം കെട്ടണം. എന്നിട്ടാണ് നമുക്ക് 20 കണ്ണി കഴിഞ്ഞിട്ട് അവിടെ മേലെ അത് കെട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴാണ് കെട്ടുമ്പോൾ അത് ഭംഗിയായിട്ട് നിൽക്കുള്ളൂ, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയി നിന്നിങ്ങനെ നമുക്കൊരു കെട്ടും കൂടി ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മിച്ചമുള്ളതാണ്ട് കട്ട് ചെയ്യാം. ഇനി 20 കണ്ണ് എണ്ണീറ്റ് നമുക്കിതിൻ്റെ നേരെ മേലേക്ക് പോവാം. ഇതിൻ്റെ നേരെ മേലെ മുതൽ തന്നെ 20 കണ്ണ് എണ്ണണം. അപ്പം 1 2 3 4 5 20 കണ്ണ് ഇവിടെ എണ്ണിയാണ്. 20ാമത്തെ കണ്ണ് വരുമ്പം ഇത് 2 വെച്ചുകൊണ്ടാണ് നമ്മൾ കോക്കണത്. അപ്പോഴാണ് ഒരു പൊടുത്തുണ്ടാവുള്ളൂ. അങ്ങനെ 2 വെച്ച് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ സാധനം ഇങ്ങനെ മേലേക്ക് വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ 2 വെച്ചു, നമ്മൾ കോർത്തു. ഇതിപ്പോൾ 2 ഉണ്ട് ഇതിൽ. ഈ 2 കണ്ണി കൂട്ടിക്കൊണ്ടാണ് ഇത് ചെയ്തത്. ഇനി ഇതിവിടെ ഒരു കെട്ട് കൊടുക്കുക, നല്ല സ്ട്രോങ് തന്നെ കൊടുക്കാം, ഒരുമിച്ച് നിൽക്കും. ഓക്കെ, ഇതുപോലെ ഓരോ 7 മണി ഈയത്തിൻ്റെ ഗ്യാപ്പിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അതായത് പൂർണ്ണമായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാലൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് മൊത്തത്തിലുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയേ. അങ്ങനെ നമ്മൾ അവസാനത്തെ കെട്ടിലേക്കാണ് പോണത്. ഇതും കൂടി കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ വല ഏകദേശം ഫുൾ പണി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ, നേരത്തെ നമ്മൾ പുറം ഭാഗത്താണ് കണ്ടത്, ഇപ്പോൾ അത് ഉൾഭാഗത്തേക്ക് അതിന് കെട്ടും കാര്യങ്ങളൊക്കെ. അവസാനം ഇങ്ങനെയാണ് വലൻ്റെ റിസൾട്ട്. ഇങ്ങനെയാണ് അകാല ഇല്ലാത്ത വല ഉണ്ടാക്കൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ശിവയിൽ ഡയറക്റ്റ് വലമക്കാണ് വരുന്നത്. അകാലമില്ലാത്ത വല ഉണ്ടാകുമ്പോൾ ഇതാണ് മെയിനായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.